ദിവസം കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ വിലയേറിയ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ ജീവന്റെ വചനവും ദൈവത്തിന്റെ സാക്ഷ്യവുമായി ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ലോകം മുഴുവനും യേശുക്രിസ്തുവിന്റെ ജനനത്തെ കൊണ്ടാടുന്ന ദിനങ്ങളായി മാറിയിരിക്കുകയാണ്. ഡിസംബർ 25 എന്നുള്ളൊരു ദിവസം ലോകത്തിന് സന്തോഷത്തിന്റെ ദിനമാണ്, ആനന്ദത്തിന്റെ ദിനമാണ്. എന്താണ് കാരണം? യേശുക്രിസ്തു എന്ന ലോകരക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ശീലകൾ ചുറ്റി വലിയമ്പലത്തിൽ പശുത്തൊട്ടിയിൽ യേശുക്രിസ്തു ജനിക്കുവാൻ തക്കവണ്ണമിടയായി. പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ ജനനം കൊണ്ടാടുന്നത് മദ്യമെന്ന മാസ്മരിക ലഹരിയിലല്ല. യേശുക്രിസ്തുവിന്റെ ജനനം കൊണ്ടാടുന്നത് മയക്കുമരുന്നടിച്ചിട്ടല്ല. പിന്നെയോ ഉള്ളിന്റെ ഉള്ളിൽ യേശുക്രിസ്തു ജനിക്കണം. ഉള്ളിന്റെ ഉള്ളിൽ യേശുക്രിസ്തു ജനിച്ചാൽ മദ്യത്തിന്റെ അനുഭവത്തിലൂടെ അല്ല യേശുവിനെ ജനനം കൊണ്ടാടുന്നത്. പിന്നെയോ യേശുക്രിസ്തുവിന്റെ സന്തോഷം, യേശുക്രിസ്തുവിന്റെ സമാധാനം ലോകം തരാത്തതാണ്. ലോകത്തിന് സമാധാനം തരാതിരിക്കുമ്പോൾ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് നിനക്കും എനിക്കും സമാധാനം തരുവാനാണ്, സന്തോഷം തരുവാനാണ്. മദ്യമെന്ന മാസ്മരിക അനുഭവത്തിൽ നിന്റെ കുടുംബം ഒരുപക്ഷെ അസമാധാനത്തിന്റെ അനുഭവത്തിലൂടെ ആയിരിക്കും പോകുന്നത്. എന്നാൽ യേശുക്രിസ്തു എന്ന ലോകരക്ഷിതാവിലൂടെ സമാധാനവും സന്തോഷവും പ്രാപിപ്പാൻ തക്കവണ്ണമിടയാകും. ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത് ക്രൂശിന്റെ വചനമാണ്. അത് നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയായി തീരുകയാണ്. പോഷത്വമായി ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം. പ്രിയ സഹോദര, ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി ഒരുക്കിയിരിക്കുന്നു. ഒരിക്കൽ മരണമുണ്ട്, പിന്നെ എല്ലാ മനുഷ്യർക്കും ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിൽ നിന്ന് തെറ്റിയൊഴിയുവാനാണ് യേശു 2023 വർഷത്തിന് മുന്നമേ സ്വർഗത്തിലെ മഹിമകളെ വെടിഞ്ഞ് ദൈവപുത്രനായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. പ്രിയ സഹോദര, നിന്റെ സമാധാനത്തിന്, നിന്റെ സന്തോഷത്തിന്, നിന്റെ ജീവിതത്തിലെ ഐശ്വര്യത്തിന്, നിന്റെ ആത്മാവിനുള്ള വീണ്ടെടുപ്പിന് വേണ്ടി യേശുക്രിസ്തു എന്ന ലോകരക്ഷിതാവ് ബേത്ലഹേമിൽ ജനിച്ചെങ്കിൽ ആ ജനനം കൊണ്ടാടുന്നത് മദ്യത്തിലല്ല. പിന്നെയോ നിന്റെ ഉള്ളിലേക്ക് യേശു കടന്നു വരുവാൻ തക്കവണ്ണമിടയാകും. ഒരിക്കൽ മരണമുണ്ട്, പിന്നെ ന്യായവിധിയുണ്ട്. ആ മരണത്തിൽ നിന്ന്, നിത്യദണ്ഡനത്തിൽ നിന്ന് രക്ഷ നേടുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ലോകത്തിന്റെ രക്ഷകനായി, പാപികളെ രക്ഷിക്കുവാനായി ലോകത്തിലേക്ക് വന്ന യേശുക്രിസ്തുവിലൂടെ മാത്രം. പ്രിയ സഹോദര, കർത്താവിന്റെ വചനം കാലിന് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാണ്. നിന്റെ ഭവനത്തിലെ അസമാധാനത്തെ മാറ്റുന്നതാണ് ദൈവവചനമെന്നുള്ള യാഥാർത്ഥ്യമായ അനുഭവം. അതുകൊണ്ട് നിങ്ങൾ പ്രസംഗിക്കുന്ന ദൈവവചനം അത് നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ആനന്ദകരമായി തീരുവാൻ തക്കവണ്ണമിടയാണ്. ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുകയില്ല. വിശ്വസിക്കാത്തവനോ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷയിൽ സംസാരിക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും ഹാനി വരികയില്ല. ഒരിക്കൽ
നോഗ എന്ന ദൈവമനുഷ്യൻ ലോകം മുഴുവനും മഴ പെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് രാമെന്നോ പകലെന്നോ ഇല്ലാതെ എല്ലാ മനുഷ്യരോടും ദൈവത്തിന്റെ സന്ദേശം അറിയിക്കുവാനിടയായി. മഞ്ഞുകൊണ്ട് മാത്രം വിളവ് നേടിക്കൊണ്ടിരുന്ന ഭൂമിയിൽ മഴ പെയ്യാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ലോകത്തിലെ മനുഷ്യർക്ക് ഒരുപക്ഷെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ദൈവത്തിന്റെ സന്ദേശത്തെ അവഗണിച്ചുപോയ, ദൈവത്തിന്റെ സന്ദേശത്തെ തിരസ്കരിച്ച ആരെ ലോക മനുഷ്യർക്ക് വെള്ളപ്പൊക്കമെന്ന നാശത്തിന്റെ അനുഭവത്തിലേക്ക് വലിയ വീണ് മരണപ്പെട്ട് തകർന്നു പോകുവാൻ തക്കവിടമിടയായി. അവർ വിശ്വസിച്ചില്ല, അവർ കൈക്കൊണ്ടില്ല, അവർ തമാശയായി തോന്നി, അവർക്കത് കളിയായി തോന്നി. എന്നാൽ ആ നോഹയും കുടുംബവും മാത്രം ആ ദൈവവചനത്തെ വിശ്വസിച്ച് 8 പേരടങ്ങുന്ന കുടുംബം പെട്ടകത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണമിടയായി. പ്രിയ സഹോദര, നീ ഇന്ന് പകൽക്കാലം വരാൻ പോകുന്ന ഒരു ന്യായവിധിയുണ്ട്. കർത്താവ് രണ്ടാമത് വാനമേഘ വരുന്നതിന് മുന്നമേ അതെ നീ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ലെങ്കിൽ, അല്ല ഇന്ന് രാത്രിയാണ് നീ നിന്റെ മരണമെങ്കിൽ നീ ഒരുക്കി വെച്ചതൊക്കെ എവിടെ പോകും? ആർക്കാകും? ഒരുപക്ഷെ 2 നില കെട്ടിടമുണ്ടാകാം, ബാങ്ക് ബാലൻസ് ഉണ്ടാകാം, സഞ്ചരിക്കുവാൻ വാഹനമുണ്ടാകാം. എന്നാൽ നിന്നിൽ ദൈവം തന്നിരിക്കുന്ന വിശിഷ്ടമായ ശ്രേഷ്ഠമായ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിന്റെ വീണ്ടെടുപ്പ് ലഭിക്കാത്ത ആർക്കും ക്രിസ്തുവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ കഴിയുകയില്ല. ക്രൂശിന്റെ വചനമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് തമാശയായി തോന്നും. അത് വിശ്വസിക്കുവാൻ നീ തയ്യാറെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണമടിയായിത്തീരും. ലോത്ത് എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യനെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയും. ദൈവത്തിന്റെ ദൂതന്മാർ ഈ മനുഷ്യന്റെ അടുക്കൽ വന്നിട്ടിങ്ങനെ പറഞ്ഞു, സോദോം എന്ന നാശത്തിന്റെ പട്ടണത്തിൽ നിന്ന് ഗോമോറ എന്ന നാശത്തിന്റെ പട്ടണത്തിലേക്ക് ദൈവത്തിന്റെ ദൂതന്മാർ കടന്നു എന്നിട്ട് ആ ലോത്തിനോട് ഇങ്ങനെ പറഞ്ഞു, നീ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാം, നിനക്ക് നാശം ഭവിക്കാതിരിക്കാൻ പർവ്വതത്തിലേക്ക് പോകാം, പുറകോട്ട് നോക്കരുത്. അതെ, ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവരക്ഷയ്ക്കായി നീ മദ്യപാനം വിട്ട്, വെറുക്കൂത്ത് വിട്ട്, പാപവലികളെ വിട്ട് നീ ഓടിപ്പോകുവാൻ യേശു നിന്നെ ആഹ്വാനം ചെയ്യുകയാണ്. ആ നോക്കുന്ന മനുഷ്യനോട് അതെ ദൈവത്തിന്റെ ദൂതന്മാരിങ്ങനെ പറഞ്ഞു, അതെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ നാശത്തിന്റെ പട്ടണത്തിൽ നിന്ന് ജീവരക്ഷയ്ക്കായി നീ ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്. അതെ, അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രിയ സഹോദരൻ, നീ മദ്യപാനിയായിരിക്കാം, പുകവലിക്കുന്ന വ്യക്തിയായിരിക്കാം, എന്നാൽ അത് വിട്ട്, നാശത്തിന്റെ അനുഭവം വിട്ട്, സോദോമെന്ന അനുഭവം വിട്ട്, പാപവലികളെ വിട്ട്, പശ്ചാത്താപ ഹൃദയത്തോടെ യേശുവിങ്കലേക്ക് തിരിയുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. പർവ്വതത്തിലേക്ക് കയറിയ ലോകത്തിന് രക്ഷപ്രാപിപ്പാൻ തക്കവണ്ണമിടയായി. സ്വർഗത്തിൽ നിന്നയച്ച തീയും ഗന്ധകവും വീണ് സോദോം ഗോമോരയും നശിച്ചു പോകുവാൻ തക്കവണ്ണമിടയായി. പ്രിയ സഹോദര, യേശു ഇന്നേക്ക് 2023 വർഷത്തിന് മുന്നമേ സ്വർഗത്തിലെ മഹിമകളെ വെളിഞ്ഞ് താനലോകത്തിലേക്ക് കടന്നു വന്നത് നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണല്ലോ. യേശു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. മാലാഖമാർ ഇങ്ങനെ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. നീ ഇന്ന് പകൽക്കാലം പാപിയായിരിക്കാം, മദ്യപാനിയായിരിക്കാം, പുറമലിക്കുന്ന വ്യക്തിയായിരിക്കാം, നിന്റെ പാപവഴികളെ വിട്ട്, നിന്റെ മദ്യപാനം വിട്ട്, നിന്റെ വരിക്കൂത്ത് വിട്ട് യേശു എന്ന രക്ഷിതാവിലേക്ക് നിന്റെ മനം തിരിക്കുമെങ്കിൽ നീ പശ്ചാത്താപ ഹൃദയത്തോടെ, അയ്യോ കർത്താവേ, ഞാനൊരു പാപിയാകുന്നു, എന്റെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ അങ്ങ് ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ, എന്റെ പാപക്കരകളെ കഴുകണമേ, എന്നെ അങ്ങയുടെ മകനുമാക്കി തീർക്കണമെന്ന് ഒരു നിമിഷം നീ പറയുവാൻ, പ്രാർത്ഥിക്കുവാൻ തയ്യാറെങ്കിൽ യേശു നിന്റെ ഹൃദയത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. നീ ഏത് മനുഷ്യനാകട്ടെ, കറുത്തവനായിരിക്കാം, വെളുത്തവനായിരിക്കാം, ഒരുപക്ഷെ മദ്യപാനിയായിരിക്കാം, ഒരുപക്ഷെ പണക്കാരനായിരിക്കാം, ഏത് മനുഷ്യൻ
മനുഷ്യനെയും രക്ഷിക്കുവാനാണ് ലോകത്തിലേക്ക് യേശുക്രിസ്തു കടന്നു വന്നത്. അങ്ങനെയെങ്കിൽ നിന്റെ ഹൃദയത്തിലേക്ക് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ നീ തയ്യാറാകുന്നു. ഇപ്പോഴാകുന്നു സുഖസാവകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. യേശുക്രിസ്തുവിനെ മനോഗ്രക്ഷിതാവിനെ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിച്ച് വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുന്നുണ്ട്. യേശു നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ തക്ക വിളമഴയായിത്തീരും. പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങൾ ഈ ഈസ്റ്റർ ദിനങ്ങളിൽ ഈ പ്രദേശത്ത് വന്ന് നിങ്ങളോട് സുവിശേഷം പ്രസംഗിക്കുന്നു. അത് കൈക്കൊള്ളുവാൻ, അത് നാശത്തിന്റെ പട്ടണത്തിൽ നിന്ന്, പാപവഴികളിൽ നിന്ന്, അത് നരകപ്പൊയ്കയിൽ നിന്ന് രക്ഷപ്പെടുവാൻ, ഒരിക്കൽ മരണമും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. അത് 60 70 ഏറെയായാൽ 80 വയസ്സ് മാത്രം ജീവിച്ചിരിക്കുന്ന മനുഷ്യ, നിന്റെ ജീവിതത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കുക. വരുവീ നീ നല്ല സമയം നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ നീ നല്ല സമയം ഹൃദാവകാരി നിന്നെ യേശു വിളിച്ചിടുന്നു. കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് നിന്റെ ഹൃദയത്തിലേക്ക് കൈക്കൊണ്ട് അവനായി ജീവിപ്പാൻ ദൈവത്തിനെ സഹായിക്കട്ടെ, അതിനായി ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ സാവുപാസ് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ സമയം ദൈവികവചനം കർത്താവിന്റെ ദാസനെ കൂടി സ്നേഹിക്കപ്പെടുവാനിടയായിട്ടുണ്ടല്ലോ. ആരെങ്കിലും തകർച്ചയോടെ, വേദനയോടെ, നിരാശയോടെ, നെടുവീർപ്പോടെ ഈ ശബ്ദപരിധി ശ്രമിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവകരങ്ങളിലേക്ക് ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് കർത്താവ് വാസമായി കടന്നു വന്ന് ആശ്വാസം അനുഭവിക്കാൻ കഴിയാത്ത വ്യക്തിയാണെങ്കിൽ ദൈവിക സമാധാനാശ്വാസം നമ്മുടെ പ്രദാനം ചെയ്യുവാനിടയായിട്ട് നമുക്ക് ഒരുമിച്ച് ദിവസം പ്രാർത്ഥിക്കുന്ന നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് പകർച്ചനെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ദേശത്ത് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ പോഷിക്കാൻ, സത്യസുവിശേഷം അറിയിക്കാൻ അവർ നേടി നൽകിയനായ സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ ദാസന്മാരെ ഇവിടുന്ന് ശുദ്ധീകരിച്ചതിനായ സഹായിച്ചതിനായ സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ബലപ്പെടുത്തിയതിനായ സ്തോത്രം. ദേശത്ത് മുഴങ്ങിക്കേട്ട ആത്മീയ വചനങ്ങൾ കേൾക്കപ്പെട്ട ഓരോ പ്രിയപ്പെട്ട ജീവിതത്തിൽ ആഴമായി പതിയുവാൻ
അതവർക്ക് സന്തോഷം അനുഭവിപ്പാൻ, അതവർക്ക് ശാന്തിയായി തീരുവാൻ, ആശ്വാസമായി തീരുവാൻ, ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ദൈവിക വിടുതലായി അത് പരിണമിക്കുക. ഇത് നിമിത്തമായിട്ട് ഇവിടുന്ന് തീർക്കണമെന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസേനയിലേക്ക് സമർപ്പിക്കുന്നവരായി തീരുവാൻ അപ്പോൾ ഇവിടെ നെടിയാക്കി തീർക്കണമെന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും സഹായിക്കണമേ. ഒരുമിച്ച് നൽകാൻ നല്ല കൂട്ടാമിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. ചില പ്രിയപ്പെട്ട പേരെ കൂടി നിത്യരാജ്യത്തിരിക്കുന്നു, ജീവന്റെ പുസ്തകത്തിൽ കാണുക. ഇന്ന് പകലവരും ഇടവരുത്തുന്ന സ്തോത്രം കർത്താവിന്റെ ദാസന്മാരെ സഹായിക്കാം. പ്രാർത്ഥന കേട്ടതിനായി